ഗുഡ് മോർണിംഗ് ഓൾ. പെരിസൈക്ലിക് റിയാക്ഷൻ സീരീസിന്റെ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. എന്തായാലും നമുക്ക് സെഷനിലേക്ക് പോവാം. സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്നൊക്കെ. 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്നൊക്കെ കേട്ടിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്? നോക്കൂ, കോപ്പ് റീഅറേഞ്ച്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതേപോലെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അസാകോപ്പ്, ക്ലെയ്സൺ റീഅറേഞ്ച്മെന്റ്, ഒക്സികോപ്പ് റീഅറേഞ്ച്മെന്റ്, ക്ലെയ്സൺ കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സോ ഈ വക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് കോപ്പ് റീഅറേഞ്ച്മെന്റ് എന്താണ്? ദ കോപ്പ് റീഅറേഞ്ച്മെന്റ് ഈസ് ദി തെർമൽ ഐസോമറൈസേഷൻ. അതായത് തെർമൽ കണ്ടീഷൻ ആയിരിക്കും, ഐസോമറൈസേഷൻ ആയിരിക്കും. എന്തിൻ്റെത്? 1,5 ഡൈൻ ലീഡിംഗ് ടു എ റീജിയോ ഐസോമറിക് 1,5 ഡൈൻ. അതായത് ആദ്യവും നമുക്ക് എന്താണ് കിട്ടുന്നത്? 1,5 ഡൈൻ ആയിരുന്നു. ഇപ്പോഴും നമുക്ക് പ്രൊഡക്റ്റും എന്ത് തന്നെയാണ്? 1,5 ഡൈൻ തന്നെയാണ്. അപ്പൊ എന്താണ് നടക്കുന്നത് എന്നൊന്ന് നോക്കാം. നോക്കൂ, നമുക്ക് ആദ്യം 1,5 ഡൈൻ എന്താണെന്ന് നോക്കാം. ദാ ഇങ്ങനെ ഞാനൊരാളെ വരച്ചാൽ ഇതാണ് ഒരു 1,5 ഡൈൻ. നോക്കൂ, 1 2 3 4 5 6. സോ ദിസ് ഇസ് എ 1,5 ഡൈൻ. ഇനി തൽക്കാലം ഞാൻ ഈ നമ്പറിംഗ് ഒന്ന് മാറ്റുകയാണ്. ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇവരെ 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് വിളിക്കുന്നത് എന്ന് കൂടി നമുക്ക് നോക്കിക്കാണണം. നോക്കൂ, ഇവിടെ നമ്മൾ ഒന്നുകൂടെ നമ്പർ ചെയ്യാൻ പോവാണ് വേറൊരു രീതിയിൽ. 1 2 3. എങ്ങനെയാണ് ഞാൻ ഇതിനെ നമ്പർ ചെയ്തത്? ഈ ഒരാള് സാച്ചുറേറ്റഡ് കാർബൺ ആണ് അല്ലെ? സാച്ചുറേറ്റഡ് കാർബണിന് ഞാൻ എന്ത് നമ്പർ കൊടുക്കും? സാച്ചുറേറ്റഡ് കാർബൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3. സാച്ചുറേറ്റഡ് കാർബൺ ആറ്റത്തിന് ഞാൻ 1 എന്ന് കൊടുക്കും. എന്നിട്ട് ഞാൻ അൺസാച്ചുറേഷനിലേക്ക് പോകും. അതായത് 1 എന്നുള്ളത് സാച്ചുറേറ്റഡ് ആറ്റത്തിന് കൊടുക്കും. എന്നിട്ട് ഞാൻ അൺസാച്ചുറേഷനിലേക്കാണ് പോകുന്നത്. അൺസാച്ചുറേഷനിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? sp2 ആവാം, അല്ലെങ്കിൽ എന്താവാം? sp ആവാം. അതേപോലെ ഞാൻ ഇവിടെയും കൊടുക്കണം. ഒരു സാച്ചുറേറ്റഡ് ആറ്റം ഞാൻ എവിടെ കണ്ടോ അവിടെ ഞാൻ 1 എന്ന് കൊടുക്കും. എന്നിട്ട് 1 2 3. ഓക്കെ, ഇങ്ങനെ ഞാൻ നമ്പർ കൊടുത്തു. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രയുമാണ്. ഇവിടെ ഞാൻ 1-1 ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ 1-1 ബോണ്ട് ഞാൻ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ ഇവിടെ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ എഴുതാൻ പോവാണ്. 1-1 ബോണ്ട് എന്ത് ചെയ്യും? ഞാൻ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ 3-3 ബോണ്ട് എന്ത് ചെയ്യും? ഫോം ചെയ്യും. 3-3 ബോണ്ട് ഫോം ചെയ്യും. ഇതാണ് കോപ്പ് റീഅറേഞ്ച്മെന്റ്. ഓക്കെ, എന്നിട്ട് 1-2 അപ്പൊ എന്താവും? 1-2 ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട് ആവും. 1-2 ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട് ആവും. അപ്പൊ നോക്കി എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഈ 1-2 ബോണ്ട് എന്തായി? ഡബിൾ ബോണ്ട് ആയി. ഇത് 3, ഈ ഒരു 3 ഇയാളുമായിട്ട് റിലേറ്റ് ചെയ്തു. ഇങ്ങനെ വരത്തില്ലേ? അതായത് എന്റെ നേരത്തെ ഇതായിരുന്നു എന്റെ 3 2 1. ഈ 1 2 3. ഓക്കെ, ഇവിടെ എന്തായിരുന്നു? 3 2 1. 1 2 ഡബിൾ ബോണ്ട് ആയി അല്ലെ? അപ്പൊ നോക്കിയേ, ഇതും ഒരു 1,5 ഡൈൻ തന്നെ അല്ലേ? 1 2 3 4 5. ഇതും ഒരു എന്ത് തന്നെയാണ്? 1,5 ഡൈൻ ആണ്. സോ നിങ്ങൾ 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്ന് നോക്കുമ്പോൾ പറയേണ്ടത് 3-3 എവിടെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ഒരു എക്സ്ട്രാ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്ത് 3-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. എന്താ ചെയ്യേണ്ടത്? 1-1 ബോണ്ട് ബ്രേക്ക് ചെയ്യുക, 3-3 ബോണ്ട് ഫോം ചെയ്യുക, 1-2 ബോണ്ട് എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് ആക്കി കൺവേർട്ട് ചെയ്യുക. പക്ഷേ ഇതിൽ നിന്ന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ഇതിന്റെ കോൺഫിഗറേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ്. എന്താണ് കോൺഫിഗറേഷൻ ഓഫ് പ്രോഡക്റ്റ്? നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇങ്ങനെ ഒരു റിയാക്ടന്റ് വരച്ചെന്ന് വിചാരിക്കുക. ഇത് ഇപ്പൊ കണ്ട അതേപോലെ തന്നെ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഒരു 1,5 ഡൈൻ ആണ്, റൈറ്റ്? എന്നിട്ട് ഞാനിതാ ഇവിടെ CH3 കൊടുത്തെന്ന് വിചാരിക്കുക. ഇവിടെ CH3 കൊടുത്തെന്ന് വിചാരിക്കുക. ഇവിടെ CH3 ഇങ്ങനെ. അതേപോലെ ഇവിടെ ഒരു CH3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ സാച്ചുറേറ്റഡ് കാർബൺ. 1 2 3 എന്ന് നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ടാവും. 1 2 3 എന്നൊക്കെ നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കോൺഫിഗറേഷൻ വരുമ്പോൾ ആക്ച്വലി ഇങ്ങനെ വരും അല്ലെ? ഇങ്ങനെ അല്ലെ? അപ്പൊ ഈ ഒരു CH3 ട്രാൻസ് ആയിട്ടാണോ? അല്ലെ, ട്രാൻസ് അല്ലേ? ഈ കോൺഫിഗറേഷൻ എന്താണ്? ട്രാൻസ് ആണ്. ഈ ഡബിൾ ബോണ്ടിന് ഇങ്ങനെ ട്രാൻസ് ആയിട്ടല്ലേ വരിക. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇനി സിസ് ആണ്, ഇവിടെ
ഇവിടുത്തെ കോൺഫിഗറേഷൻ എന്താണ്? സിസ് ആണ്. ഇതാ ഇവിടെ ഇങ്ങനെയാണ് CH3 എങ്കിൽ ഇത് എന്തായിരിക്കും? ഈ കോൺഫിഗറേഷൻ എന്തായിരിക്കും? സിസ് ആയിരിക്കും അല്ലെ? കാരണം ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെയും ഒരു H ഉണ്ട്. അപ്പൊ ഇത് സിസ് കോൺഫിഗറേഷൻ ആണ്. ഇതെന്താണ്? ട്രാൻസ് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഇതിന്റെ കോൺഫിഗറേഷൻ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. സോ ഈ ഒരു ചോദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ അടുത്തൊരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ, അതായത് കോൺഫിഗറേഷൻ ഓഫ് പ്രോഡക്റ്റ് എന്തായിരിക്കും? കോൺഫിഗറേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഇത് ആക്ച്വലി ഇങ്ങനെ പോലും തരത്തില്ല, നമ്മുടെ സ്ട്രേറ്റ് ചെയിൻ ആയിട്ടൊക്കെ ആയിരിക്കും തരിക. ഇങ്ങനെയൊക്കെ തരും. എന്നിട്ട് CH3 ഇവിടെ കൊടുക്കും, ചിലപ്പോൾ CH3 ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. സോ ഈ ഒരു കോൺഫിഗറേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈക്ലോഹെക്സെയിനെ പറ്റി ശരിക്കും ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. നോക്കാം നമുക്ക് സൈക്ലോഹെക്സെയിന്റെ ചെയർ ഫോം നമുക്ക് ആദ്യം ഒന്ന് വരച്ചു നോക്കാം. സൈക്ലോഹെക്സെയിന്റെ ചെയർ ഫോം നോക്കാം. ഇതല്ലേ നമ്മുടെ സൈക്ലോഹെക്സെയിന്റെ ചെയർ ഫോം എന്ന് നമ്മൾ പറയുന്നത്, റൈറ്റ്? അപ്പോൾ ഇവിടെ എന്തൊക്കെ ബോൺസ് ആണുള്ളത്? ഇങ്ങനെ നമ്മൾ വരക്കത്തില്ലേ? ഇതെന്താണ്? ആക്സിയൽ ആണ് അല്ലെ? ഞാൻ ആക്സിയലിന് എന്ത് ചെയ്യുന്നു? A എന്ന് വിളിക്കുന്നു. ഇനി ഇക്വിറ്റോറിയൽ ഇങ്ങോട്ടായിരിക്കത്തില്ലേ? ഇത് ഇക്വിറ്റോറിയൽ അല്ലെ? അതേപോലെ താഴോട്ടുള്ളത് എന്താണ്? ആക്സിയൽ. ഇവിടെ എന്താണ്? ഇക്വിറ്റോറിയൽ. അതേപോലെ ഇവിടെയും ആക്സിയൽ, ഇതെന്താണ്? ഇക്വിറ്റോറിയൽ. ആക്സിയൽ, ഇക്വിറ്റോറിയൽ, റൈറ്റ്? ഇനി ഇവിടെ എന്താണ്? ആക്സിയൽ, ഇവിടെ എന്താണ്? ഇക്വിറ്റോറിയൽ. ഇനി ഇവിടെ ആക്സിയൽ, ഇവിടെ എന്താണ്? ഇക്വിറ്റോറിയൽ. ഇങ്ങനെയല്ലേ വരുന്നത്? ഇനി ഇയാളെ സൈക്ലോഹെക്സെയിന്റെ ഫോമിലേക്ക് ഞാൻ മാറ്റി വരച്ചാൽ നോക്കിക്കോളൂ. ഇയാളെ ഫസ്റ്റ് കാർബൺ ആയിട്ട് ഞാൻ എടുത്തു. ഇവിടെ ഞാൻ ഫസ്റ്റ് കാർബൺ ആയിട്ട് എടുത്തെന്ന് വിചാരിക്കാം. ഫസ്റ്റ് കാർബൺ അപ്സൈഡ് അല്ലേ? അപ്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടുവേർഡ്സ് ദി ഒബ്സർവർ ആയിട്ട് നമ്മൾ പറയും. അപ്പൊ ഇതെന്തായിരിക്കും? ആക്സിയൽ. അപ്സൈഡ് എന്താണ്? ടുവേർഡ്സ് ദി ഒബ്സർവർ. അപ്സൈഡ് മീൻസ് എന്താണ്? അപ്സൈഡ് ആയിട്ട് നിൽക്കുന്നത് ടുവേർഡ്സ് ദി ഒബ്സർവർ ആയിട്ട് നമ്മൾ പറയും. ഒബ്സർവർ. ഇനി ഡൗൺ സൈഡ് ആണെങ്കിലോ? ഡൗൺ സൈഡ് ആയിട്ട് നിൽക്കുന്നത് എങ്ങോട്ടാണ്? ഇതല്ലേ ഡൗൺ സൈഡ്. ഡൗൺ സൈഡ് ആയിട്ട് ഡൗൺ സൈഡ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? എവേ ഫ്രം ദി ഒബ്സർവർ. എവേ ഫ്രം ദി ഒബ്സർവർ. എവേ ഫ്രം ദി ഒബ്സർവർ. അപ്പൊ നമുക്കത് പെട്ടെന്ന് വരച്ചുകൂടെ? ഇതല്ലേ ഇക്വിറ്റോറിയൽ വരിക? യെസ്. ഇനി അതേപോലെ ബാക്കിയുള്ളതും വരച്ചുകൂടെ നമുക്ക്? സെക്കൻഡ് കാർബണിൽ താഴോട്ട് ആരാണ് വരുന്നത്? ആക്സിയൽ ആണ് അല്ലെ? മുകളിലോട്ട് അപ്സൈഡ് ആയിട്ട് നിൽക്കുന്നത് ഇക്വിറ്റോറിയൽ ആണ്. അതേപോലെ മുകളിലോട്ട് ആരാണ്? ആക്സിയൽ ആണ്. താഴോട്ട് ആരാണ്? ഇക്വിറ്റോറിയൽ ആണ്. ഇനി മുകളിലോട്ട് ആരാണ്? ഇവിടെ ഇക്വിറ്റോറിയൽ ആണ്. താഴോട്ട് ആക്സിയൽ ആണ്. ഇനി മുകളിലോട്ട് ആരാണ്? ആക്സിയൽ. താഴോട്ട് ആരാണ്? ഇക്വിറ്റോറിയൽ. ഇതേപോലെ മുകളിലോട്ട് ഇക്വിറ്റോറിയൽ ആണ്. താഴോട്ട് ആരാണ്? ആക്സിയൽ. റൈറ്റ്? ഇനി ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം, നമ്മുടെ നേരത്തെ ചോദ്യം തന്നെ നമുക്ക് എടുത്ത് ചെയ്യാം. നോക്കിക്കോളൂ. നമ്മുടെ നേരത്തെ ചോദ്യം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ? ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ME എന്നൊക്കെ കൊടുത്തിരുന്നു. ME കോൺഫിഗറേഷൻ കൊടുത്തായിരുന്നു. എന്നിട്ട് ഹീറ്റ്. ഓക്കെ. സോ പ്രൊഡക്റ്റ് എഴുതുന്നതിന് നമുക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പ്രൊഡക്റ്റ് എഴുതി, പ്രൊഡക്റ്റ് ഇങ്ങനെ നമുക്ക് എഴുതാം. പക്ഷെ ഇതിന്റെ കോൺഫിഗറേഷൻ ആണ് നമ്മളുടെ പ്രശ്നം. ഇവിടെ ME സിസിൽ വരുമോ ട്രാൻസിൽ വരുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാം നോക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു സൈക്ലോഹെക്സെയിൻ ടൈപ്പ് ഒന്ന് വരച്ചു വെക്കുക. കാരണം 1 2 3 4 5 6 കാർബൺ അല്ലേ ഉള്ളത്? 6 കാർബൺ ആകുമ്പോൾ നോക്കൂ, ഇങ്ങനെയല്ലേ ഉള്ളത്? 1 2 3 4 5 6. ഞാനിതിവിടെ ജോയിൻ ചെയ്യിക്കുന്നില്ല, കാരണം ജോയിൻ ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. 1 2 3 4 5 6. 1 2ന്റെ അടുത്തല്ലേ ഡബിൾ ബോണ്ട് ഉള്ളത്? ഞാൻ അതവിടെ കാണിച്ചു. ഇനി 5 6 1 2 3 4 5 5 6 ഡബിൾ ബോണ്ട്, അതും ഞാനിവിടെ കാണിച്ചു. ഇനി നോക്കിക്കോളൂ, ഇതല്ലേ സ്ട്രക്ചർ. ഈ ME എന്താണ്? അപ്സൈഡ് ആണ് അല്ലെ? ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ME എന്തായിരിക്കും? ME നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. ഇനി ഇവിടെയും എന്താണ്? ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇക്വിറ്റോറിയൽ പൊസിഷനിലല്ലേ ഉണ്ടാകുക. ME ഇക്വിറ്റോറിയൽ. ഇത്രയും മനസ്സിലായല്ലോ.
ഇത് ആക്സിയൽ ആയിരിക്കും, ഇത് ഇക്വറ്റോറിയൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇത് ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയും കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം? നിങ്ങളുടെ പ്രൊഡക്റ്റ് എഴുതാം. അതായത് ഇനി ബോണ്ട് ഫോം ചെയ്തോളൂ, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതാ നോക്കിക്കോളൂ, ഇവിടെ ഡബിൾ ബോണ്ട് വരും, ME ഇവിടെ വരും, ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരും, ഇങ്ങനെ ME വരും. ഓക്കെ, അതായത് ഇവിടെ നോക്കിക്കോളൂ, ഈ MEയും ഈ ME എന്ത് പൊസിഷനിലാണുള്ളത്, എന്ത് കോൺഫിഗറേഷനാണ്? ഇതാ ഇങ്ങനെയല്ലേ ഉള്ളത്, ഓപ്പോസിറ്റ് അല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ട്രാൻസ് ആയിരിക്കും. ഇയാൾ എന്താണ്? സെയിം സൈഡ് അല്ലേ? ME എന്താണ്? സെയിം സൈഡാണ്, സിസ്. ഇത് ഇങ്ങനെ പോലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരത്തില്ല, നിങ്ങളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഇതാ ഇങ്ങനെ വരച്ചു തരും നിങ്ങൾക്ക്. ഇതാ എത്ര കാർബണായി? 1 2 3 4 5 6. ഇതാ ഇങ്ങനെ നിങ്ങളോട് തരും. എന്നിട്ട് പല രീതിയിൽ കോൺഫിഗറേഷൻ. ഇതിപ്പോ സിസ് അല്ലേ? സിസ് ആണെങ്കിൽ ഈ ME എന്തായിരിക്കും? ഇതാ ഈ ME എന്താണ്? ട്രാൻസിലാണ്. ഇതാ ഇപ്പൊ ട്രാൻസ് ആയിട്ട് ഞാൻ വരച്ചു. ഇതാ ഇത് ട്രാൻസ് ആണ് അല്ലെ? ഇനി സിസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇതാ ഈ ഒരു ആളെന്താണ്? സിസ് ആണ്. സിസ് ആണെങ്കിൽ സെയിം സൈഡ് ആയിരിക്കും. സെയിം സൈഡ് ആണോ? അല്ല, സോറി, ഇതെന്തായിരിക്കും? സെയിം സൈഡ് അല്ലേ? ഇയാൾ ഇങ്ങോട്ടാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് ME വരും. സോ ഇതെന്താണ്? സിസ് ആണ്. ഇതെന്താണ്? ട്രാൻസ് ആണ്. സോ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. സ്ട്രൈറ്റ് ചെയിൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് തരിക? ഓപ്ഷനിൽ തരിക. ഒരു ക്വസ്റ്റ്യൻ കൂടെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ നമുക്ക് പോവാം. ഒരു 1-5 ഡൈൻ ആദ്യം വരയ്ക്കുക. എന്നിട്ട് ഇതിനെ ഞാൻ ഒന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാ ഇങ്ങനെ നോക്കൂ. അതേപോലെ ഞാൻ ഇവിടെ ഒരു ET എന്ന് വരച്ചു. അതേപോലെ ET. ഓക്കെ, റൈറ്റ്. ഇനി അതേപോലെ ഇവിടെ അവേ ഫ്രം ദി ഒബ്സർവർ ആയിട്ട് ET വരച്ചു. അതേപോലെ ഇവിടെ ഒരു OH വരച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഇതിന്റെ കോൺഫിഗറേഷൻസ് ഒന്ന് നോക്കാം. ഇത് അവേ ഫ്രം ദി ഒബ്സർവർ ആണ്, ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ്. ഇത് എന്ത് കോൺഫിഗറേഷൻ ആണ്? ട്രാൻസ് ആണ് അല്ലെ? ഓപ്പോസിറ്റ് ആണ്, ട്രാൻസ് ആണ്. അതേപോലെ ഇതും എന്താണ്? ട്രാൻസ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ സൈക്ലോഹെക്സേന്റെ ചെയർ ഫോമിലേക്ക് മാറ്റി വരക്കുക. സൈക്ലോഹെക്സേന്റെ ചെയർ ഫോമിലേക്ക് മാറ്റി വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതാ ഇങ്ങനെ നമുക്ക് വരക്കാം അല്ലെ? അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെയും എന്താണ്? ഡബിൾ ബോണ്ട്, റൈറ്റ്? അപ്പൊ ഈ ട്രാൻസ് ആണെങ്കിൽ ഒരു ET എങ്ങോട്ട് വരും? താഴോട്ട് വരും അല്ലെ? ഇത് താഴോട്ടാണെങ്കിൽ, ഇത് മുകളിലോട്ടാണെങ്കിൽ ET ഇങ്ങനെ വരും. ട്രാൻസ് കോൺഫിഗറേഷൻ ആയല്ലോ. അതെ. ഇനി ഈ ET അവേ ഫ്രം ദി ഒബ്സർവർ ആണ്. അങ്ങനെയാണെങ്കിൽ താഴോട്ടല്ലേ വരിക? ET എന്ന് കൊടുത്തു. അതേപോലെ ഈ OH ടുവേർഡ്സ് ദി ഒബ്സർവർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ OH എന്ത് വരും? ഇവിടെ വരും, റൈറ്റ്? ഇങ്ങനെ വരും. എന്നിട്ട് അടുത്ത എന്തായിരിക്കും? നമ്മുടെ 3 സിഗ്മ ട്രോപ്പിക് സാച്ചുറേറ്റഡ് ആറ്റത്തിൽ 1 2 3 എന്ന് കൊടുക്കുക. ഇവിടെയും എന്ത് കൊടുക്കുക? 1 2 3 എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബോണ്ട് ഫോം ചെയ്യുക. ബോണ്ട് ഫോം ചെയ്ത് എങ്ങനെ ഉണ്ടാവും നോക്കിക്കോളൂ. എന്താ ഇങ്ങനെ 3 3 ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും അല്ലെ? 3 3 ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും. ഇയാൾ ഇങ്ങനെ ET താഴോട്ട്, OH എന്താണ്? മുകളിലോട്ടായിരിക്കും. സിമ്പിൾ ആണല്ലേ കോൺഫിഗറേഷൻ. ഇനി ഇയാള് താഴോട്ടാണ്, അവേ ഫ്രം ദി ഒബ്സർവർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ET. കാരണം ഇയാൾ ആദ്യം ഡബിൾ ബോണ്ട് ആയിരുന്നു, ഇപ്പൊ എന്തായി? സാച്ചുറേറ്റഡ് ആയി. ഇനി അപ്പാണെങ്കിൽ എന്തായിരിക്കും? ടുവേർഡ്സ് ദി ഒബ്സർവർ ആയിരിക്കും, ET വരും അല്ലെ? ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഇവിടെ സംഭവിക്കാം. ഇവിടെ എന്ത് സംഭവിക്കാം? ടോട്ടോമറൈസേഷൻ സംഭവിക്കാം. കാരണം എന്താണ്? ഇതൊരു ഈനോൾ അല്ലേ? ഈനോൾ ടോട്ടോമറൈസേഷൻ സംഭവിച്ചിട്ട് ഇതാ ഇതേ കാര്യം ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇതാ ഇവിടെ എന്ത് വരും? ഈ ഒരു ഡബിൾ ബോണ്ട് മാറിയിട്ട് എന്ത് വരും? ഇവിടെ ഒരു ടോട്ടോമറൈസേഷൻ. ഇത് വരും ടോട്ടോമറൈസേഷൻ. ഇത് വരും ടോട്ടോമറൈസേഷൻ വരും. ഇങ്ങനെ ഇനി ഇയാളുടെ ഇങ്ങനെയുള്ള ഫോം അല്ല തരിക, മറിച്ച് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ചെയിൻ ഫോം ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരിക, റൈറ്റ്? ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ കോൺഫിഗറേഷൻ ഓഫ് റിയാക്ടന്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തൊരു ടോപ്പിക് നമ്മളുടെ ഡിസ്കഷൻ എന്താണ്? ക്ലെയ്സൺ റീഅറേഞ്ച്മെന്റ്. എന്താണ് ക്ലെയ്സൺ റീഅറേഞ്ച്മെന്റ്? നോക്കിക്കോളൂ, ഇവിടെ എഴുതിയിട്ടുണ്ട്. The Claisen rearrangement is a powerful carbon-carbon bond forming chemical reaction where the heating of an allyl vinyl ether will initiate a 3,3 sigma-tropic rearrangement to give gamma delta unsaturated carbonate. എന്താണ് നോക്കാം, നോക്കൂ. ഇതാ
ഇതാണ് സംഭവം. ഇതാ, ഇതൊരു വിനൈൽ ഈഥറാണ്. അതേപോലെ ഒരു അലൈൽ ഈഥറും ഉണ്ടാവും. നോക്കൂ, ഇതാണ് വിനൈൽ. sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും? വിനൈൽ എന്ന് വിളിക്കും. ഇനി sp3 കാർബണായിട്ടാണ് അറ്റാച്ച്മെന്റ്, പക്ഷേ അത് ഡയറക്ട്ലി അറ്റാച്ച്മെന്റ് ആരുടെ കൂടെയാണ്? sp2 ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? നമ്മൾ അലൈൽ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ നമ്പറിങ് കൊടുക്കുക. സാച്ചുറേറ്റഡ് ആറ്റം, ഇയാൾ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, 1 2 3. ഓക്കെ, അതേപോലെ ഇദ്ദേഹം സാച്ചുറേറ്റഡ് ആണ്, 1 2 3. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുക? 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് നടത്തുക. അപ്പൊ 1 2 എന്താവും? ഈ 3 എന്താവും? ഈ 3 ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുക. അപ്പൊ ഇയാൾ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് ബോണ്ട് ഫോം ചെയ്യും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഇതാ ഓ ഇവിടെ വരും, 1 2 ഡബിൾ ബോണ്ട്, എന്നിട്ട് എന്ത് വരും? 3 ഇതാ ഇങ്ങനെ കാര്യമുണ്ട്. ഇതാണ് 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ്. അതായത് നിങ്ങൾ നേരത്തെ കണ്ട കോപ്പ് റീഅറേഞ്ച്മെന്റിലെ സെയിം കാര്യം. അതായത് 1 1 ബോണ്ട് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. 1 1 ബോണ്ട് ബ്രേക്ക് ചെയ്യുക. 1 2 ബോണ്ട് എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട്. 3 3 ബോണ്ട് എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. 3 3 ബോണ്ട് ഫോം ചെയ്യാം. റൈറ്റ് റൈറ്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ക്ലേസൺ റീഅറേഞ്ച്മെന്റിൽ ഇതാ ഇതേപോലെ ഒരു ഈഥർ എടുക്കാം. ഇതിന്റെ കൂടെ ഞാനൊരു ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്തെന്ന് വിചാരിക്കുക. ബെൻസീൻ റിംഗ് അറ്റാച്ച് ചെയ്തെന്ന് വിചാരിക്കുക. ഇവിടെ ഡബിൾ ബോണ്ട് വരയ്ക്കാം. ഓക്കെ, ഇത് വിനൈൽ ഈഥറാണോ അലൈൽ ഈഥറാണോ? sp2 ആയിട്ട് ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് അല്ലേ? അപ്പൊ ഇതെന്തായിരിക്കും? വിനൈൽ ഈഥറാണ്. ഇനി നമുക്കൊരു അലൈൽ ഈഥർ വേണം അല്ലെ? അലൈൽ ഈഥർ എന്തായിരിക്കും? sp3 ആയിട്ടായിരിക്കും, പിന്നെ അവിടെ sp2. റൈറ്റ്. അപ്പോൾ നമ്പറിങ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? 1 സാച്ചുറേറ്റഡ് 1 2 3. ഇവിടെയും എന്താണ്? വേറൊരു കളർ കൊടുക്കുക, 1 2 3. ഓക്കെ, ഇനി എന്താണ്? നേരത്തെ പോലെ 3 3 ആയിട്ട് എന്ത് ചെയ്യുക? ബോണ്ട് ഫോം ചെയ്യുക അല്ലെ? അപ്പോ ഇതാ ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ ഈ ഡബിൾ ബോണ്ടിനൊന്നും കാര്യം വരത്തില്ല. ഈ 1 2 ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട് ആവും. ഇനി ഈ 3യും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. 3യും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. പിന്നെ 1 2 ആയിട്ട് എന്തായി? ഇവിടെ എന്ത് വരും? 1 2 3. ഇതെന്തായിരിക്കും? 1 2 3. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങൾ വരും. ഇനി അടുത്തൊരു കാര്യം, ഇത് അരോമാറ്റിസിറ്റി ഇപ്പൊ നഷ്ടപ്പെട്ടു പോയി. അരോമാറ്റിസിറ്റി നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഇവിടെ ഒരു ഹൈഡ്രജൻ ഇല്ലേ? ഈ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്നിട്ട് അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും എന്ത് കാണിക്കും? ഇതാ കാണിച്ചാൽ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ ഇങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. OH ഇവിടെ വരും. അതേപോലെ ഇങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ക്ലേസൺ റീഅറേഞ്ച്മെന്റ്. ക്ലേസൺ റീഅറേഞ്ച്മെന്റ്. അപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് പോലെ തന്നെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഓക്കെ, ഇനി ഇതേപോലെയുള്ള വേറൊരു റീഅറേഞ്ച്മെന്റ് ആണ് അസാകോപ്പ്. എന്താണ് അസാകോപ്പ്? ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ചെയ്യും. നോക്കിക്കോളൂ. അസാകോപ്പ് റീഅറേഞ്ച്മെന്റും ഇതേപോലെ തന്നെയാണ്. ഒരു 1,5 ഡൈൻ എടുക്കുക. നമ്മുടെ ഒരു 1,5 ഡൈനിന്റെ കാര്യം തന്നെയാണ് ഇവിടെ ഒക്കെ ചെയ്യുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെയല്ലേ ഉള്ളത്? ഇതാണ് 1,5 ഡൈൻ. പക്ഷെ ഇവിടെ ഈ ഒരു കാർബൺ മാറ്റിയിട്ട് ഇതാ നോക്കിക്കോളൂ. ഈ ഒരു കാർബൺ ഞാൻ ചെറുതായി മാറ്റിയിട്ട് ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു? NH കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു? NH എന്ന് നൈട്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നൈട്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബാക്കിയൊക്കെ എന്ത് വരും? ബാക്കിയൊക്കെ ഇതേപോലെ ഇതാ 1 2 3 നിങ്ങൾ കൊടുത്തോളൂ. 1 2 3. ഇവിടെ എന്താണ്? 1 2 3. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ എന്ത് ചെയ്യുക? ബോണ്ട് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. ബോണ്ട് ബ്രേക്ക് ചെയ്താൽ എന്ത് കിട്ടും? നേരത്തെ പോലെ തന്നെ ഇവിടെ എന്ത് വരും? NH വരും. ഇതാണ് എന്ത്? അസാകോപ്പ് റീഅറേഞ്ച്മെന്റ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റ്. ഒരു മിനിറ്റ്, എന്താണ് ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റ്? ഇതേപോലെയാണ് ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റ്. ക്ലേസൺ കോപ്പ് റീഅറേഞ്ച്മെന്റ് ഇവിടെ എന്താണ്? ഈ നൈട്രജന് പകരം ആര് വരും? ഓക്സിജൻ വരും.
ഇവിടെ എന്താണ് കാർബൺ ഈസ് റീപ്ലേസ്ഡ് ബൈ എന്ത് കാർബൺ ഈസ് റീപ്ലേസ്ഡ് ബൈ നൈട്രജൻ ഇനി ക്ലെയ്സൺ കോപ്പർ റീഅറേഞ്ച്മെന്റ് ആണെങ്കിൽ നോക്കിക്കോളൂ ഇവിടെ ഓക്സിജൻ വരും ഇങ്ങനെ ഓക്സിജൻ വരും ഓക്സിജൻ വന്നാൽ എന്ത് ചെയ്യും ഇതേപോലെ നമ്പറിങ് കൊടുക്കുക നമ്മൾ 1 2 3 ഇവിടെ എന്താണ് 1 2 3 റൈറ്റ് അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ ഇവിടെ എന്ത് വരും 1 2 ഡബിൾ ബോണ്ട് ഇങ്ങനെ ഡബിൾ ബോണ്ട് ഓ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരും ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്ലെയ്സൺ കോപ്പർ റീഅറേഞ്ച്മെന്റ് അപ്പൊ ചോദിക്കും ക്ലെയ്സൺ കോപ്പർ റീഅറേഞ്ച്മെന്റ് എന്ത് ടൈപ്പ് സിഗ്മാട്രോപിക് ആണ് ഇവിടെ എന്താണ് 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് ഇവിടെയും എന്താണ് 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് ഇനി ലാസ്റ്റ് ആയിട്ട് ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് എന്താണ് ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് കൂടെ നമ്മൾ പഠിക്കണം ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല ഇങ്ങനെ വരുന്നു ഇവിടെ എന്ത് വരുന്നു ഈ ഒരു കാർബണിൽ OHന്റെ അറ്റാച്ച്മെന്റ് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ OHന്റെ അറ്റാച്ച്മെന്റ് വന്നാൽ നോക്കിക്കോളൂ സാച്ചുറേറ്റഡ് കാർബണിൽ 1 2 3 എന്ന് നമ്പർ ചെയ്യുക ഇവിടെ എന്ത് ചെയ്യുക 1 2 3 എന്ന് നമ്പർ ചെയ്യുക ഇത് ബ്രേക്ക് ചെയ്യുക ഫോം ചെയ്താൽ എങ്ങനെ കിട്ടും ഇവിടെ OH എന്ന് കിട്ടും അല്ലെ പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ സംഭവിക്കാം ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈനോൾ ആണ് ഈനോളിന് എന്ത് സംഭവിക്കാം ടോട്ടോമറൈസേഷൻ സംഭവിക്കാം ടോട്ടോമറൈസേഷൻ സംഭവിച്ചിട്ട് എന്ത് കിട്ടും ഇവിടെ ഇങ്ങനെ ടോട്ടോമറൈസേഷൻ ഹാപ്പൺ ചെയ്യാം ടോട്ടോമറൈസേഷൻ സംഭവിച്ചിട്ട് നിങ്ങൾക്കൊരു ആൽഡിഹൈഡ് കിട്ടും സോ ഇത്രയുമാണ് നമ്മളുടെ കാര്യം എന്തൊക്കെ പഠിച്ചു നമ്മൾ കോപ്പ് റീഅറേഞ്ച്മെന്റ് ക്ലെയ്സൺ റീഅറേഞ്ച്മെന്റ് അസാകോപ്പ് റീഅറേഞ്ച്മെന്റ് ക്ലെയ്സൺ കോപ്പ് റീഅറേഞ്ച്മെന്റ് ഓക്സികോപ്പ് റീഅറേഞ്ച്മെന്റ് ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രൈഡ് ഷിഫ്റ്റ് ആണ് അതായത് നമ്മൾ ഇത്ര നേരം നോക്കിക്കണ്ടത് 3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് ആണ് ഇനി ഇതേപോലെയുള്ള കാര്യമാണ് 1 3 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം 1 3 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ 1 2 3 യെസ് 1 2 3 ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക 1 എന്ന് കൊടുക്കുക 1 2 സാച്ചുറേറ്റഡ് ആറ്റത്തിൽ എന്ത് കൊടുക്കുക 1 എന്ന് കൊടുക്കുക ഇനി ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിനും നമ്മൾ എന്ത് തന്നെ നമ്പർ കൊടുക്കുക ഹൈഡ്രജനും ഇവിടെ ഒരു ഹൈഡ്രജൻ ആണുള്ളത് ഇവിടെ എന്ത് കൊടുക്കുക നമ്മൾ നമ്പർ 1 തന്നെ കൊടുക്കുക എന്നിട്ട് നോക്കിക്കോളൂ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടീഷൻസ് HNO ആണോ തെർമൽ ആണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ ഇങ്ങോട്ട് വരും ഇയാൾ എന്ത് ചെയ്യും ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ എന്ത് ചെയ്യും 3യിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും അപ്പൊ ഇതെന്താണ് 1 2 എന്താണ് 3 എന്നുള്ള രീതിയിൽ വരും സോ ഇവിടെ HNO ആണോ തെർമൽ കണ്ടീഷൻ ആണോ എന്നെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക നോക്കൂ നമ്മുടെ ഹോമോലൂമോ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഇപ്പോൾ 2 ആരോ ആണുള്ളത് അതായത് 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാകുക അല്ലെ എത്ര ഇലക്ട്രോൺസ് ആണ് 4 ഇലക്ട്രോൺസ് അപ്പൊ നമ്മുടെ Psi1 Psi2 ഇതാണ് തെർമൽ കണ്ടീഷൻ അല്ലെ ഇതാണ് നമ്മുടെ തെർമൽ കണ്ടീഷൻ ഇനി ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും 2 ഇവിടെ ഉണ്ടാവും 3 4 അല്ലെ HNO ഇറാഡിയേറ്റ് ചെയ്തിട്ട് എന്ത് വരും നമ്മുടെ Psi3 ആയിരിക്കും ഹോമോ എന്തായിരിക്കും Psi3 ആയിരിക്കും നമ്മുടെ ഹോമോ വരിക Psi3 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ Psi3 സെയിം സൈഡ് അല്ലേ ഇങ്ങനെ അല്ലേ സെയിം സൈഡ് നൊട്ടേഷൻ അല്ലേ അങ്ങനെയാണെങ്കിൽ സുപ്രാമോളിക്കുലർ റിയാക്ഷൻ ഇന്ററാക്ഷൻ വരത്തില്ലേ അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആയിരിക്കും ഫേവർ ചെയ്യുക തെർമൽ എന്ത് ചെയ്യത്തില്ല ഫേവർ ചെയ്യത്തില്ല സോ 1 3 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് ഏത് കണ്ടീഷനാണ് ഫോട്ടോ കെമിക്കൽ കണ്ടീഷനാണ് തെർമൽ കണ്ടീഷനിൽ എന്ത് ചെയ്യത്തില്ല ഫേവർ ചെയ്യത്തില്ല Psi2 ആണെങ്കിൽ എങ്ങനെയായിരുന്നു തെർമൽ എന്താണ് Psi2 ആണ് ഹോമോ വരിക അപ്പൊ ഇതെന്തായിരിക്കും സുപ്രാ ആൻട്രാഫേഷ്യൽ കണ്ടീഷൻസ് ആയിരിക്കും വരിക അല്ലെ അല്ലേ Psi3 സിമെട്രിക് ആണ് Psi3 സിമെട്രിക് അതേപോലെ 1 5 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് ഇതേപോലെയുള്ളതാണ് 1 5 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് 1 5 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് എന്തായിരിക്കും ഇങ്ങനെ നമുക്ക് വരച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും 1 5 ഹൈഡ്രൈഡ് ഷിഫ്റ്റ് നോക്കിക്കോളൂ ഇവിടെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക സാച്ചുറേറ്റഡ് ആറ്റത്തിന് എന്ത് കൊടുക്കാം 1 എന്ന് കൊടുക്കാം 1 2 3 4 5 ഇയാൾക്കും എന്തെങ്കിലും കൊടുക്കാം 1 തന്നെ കൊടുക്കാം
അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും, ഒരു ആരോ, രണ്ട് ആരോ, പിന്നെന്താവും? ഇങ്ങോട്ട് വരും. അപ്പൊ എന്താവും? നോക്കിക്കോളൂ. ഇങ്ങനെ ചെയ്താൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇവിടെ പോയി അറ്റാച്ച് ചെയ്യും. റൈറ്റ്. ഇതാണ് 1,5 ഹൈഡ്രേറ്റ് ഷിഫ്റ്റ്. ഇത് തെർമൽ ആണോ അല്ലെങ്കിൽ ഫോട്ടോ കെമിക്കൽ ആണോ? തെർമൽ ആണോ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിലാണോ? 1,5 എത്ര ആരോസ് ഉണ്ട്? 3 ആരോസ് ഉണ്ട് അല്ലെ? 3 ആരോസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? Psi1, Psi2, Psi3. Psi1, Psi2, Psi3. അപ്പോൾ നമുക്ക് സിമ്മട്രിക് ഓർബിറ്റൽസ് ആണ് വേണ്ടത്. അപ്പോൾ സിമ്മട്രിക് ഓർബിറ്റൽസ് എവിടെയാണ്? Psi3 ആണ്. Psi3 ആണെങ്കിൽ ഇതെന്തായിരിക്കും? തെർമൽ കണ്ടീഷൻ ആയിരിക്കും. ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ ഒരാൾ എക്സൈറ്റ് ചെയ്തിട്ട് ഹോമോ എന്തായിരിക്കും? Psi4 ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് എന്ത്? ഇത് ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ നടക്കത്തില്ല, മറിച്ച് എന്ത് നടക്കും? തെർമൽ കണ്ടീഷൻസിലായിരിക്കും 1,5 ഹൈഡ്രേറ്റ് ഷിഫ്റ്റ് നടക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.